സഫലമാക്കുവാൻ കഴിയാത്ത സ്വപ്നങ്ങൾ നിരന്തരം കാണുകയെന്നത് മനുഷ്യ സഹജമാണ്. ഏകാന്തതയിൽ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ, തന്റെ ജീവിത ദുരിതങ്ങൾ അകറ്റി വിജയകരമായ ജീവിതം ലഭിക്കുവാൻ സദാ ആഗ്രഹിക്കുന്നവരുടെ മനസ്സുകളെ വശീകരിക്കുവാൻ വളരെ എളുപ്പമാണ്. ഇണയുടെ വിശ്വാസം ആർജിച്ച് സ്വകാര്യമായ ആഗ്രഹങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് മിഥ്യാധാരണകൾ, മോഹങ്ങൾ, കാൽപ്പനികമായ ചിന്തകൾ ഇവയൊക്കെ യാഥാർത്ഥ്യമാക്കാമെന്ന ധാരണ ആ മനസ്സിലേക്ക് പ്രതീക്ഷയുടെ വിത്തുകൾ വശീകരണത്തിലൂടെ വിതയ്ക്കുന്നു. വശീകരിക്കപ്പെടുന്ന ആൾ വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. തന്റെ ബുദ്ധിയുടെ ഒരു പകുതിയിൽ യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ മറുപകുതിയിൽ സങ്കല്പങ്ങളുടെ ഉദ്യാനങ്ങൾ സൃഷ്ടിക്കുവാനും വശീകരണത്തിന് സാധിക്കുമ്പോൾ സത്യമേത് കള്ളമേത് എന്നറിയാതെ അവർ വല്ലാതെ കുഴങ്ങിപ്പോകുന്നു. യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതെ അധികമൊന്നും പ്രയത്നിക്കാത്ത സങ്കല്പലോകത്ത് പാറിപ്പറന്നു നടക്കുവാനാണ് മനുഷ്യ മനസ്സിന് ഏറെ താല്പര്യം. അതാകുമ്പോൾ ഭാവനകൾക്ക് നിറം കലർത്തിയാൽ മതിയല്ലോ. അപ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർചിത്രങ്ങൾ കാണാതെ കണ്ണുകൾ ഇറുക്കി അടയ്ക്കുന്നു വശീകരണത്തിന് വിധേയരാകുന്നവർ. വശീകരിക്കുന്നവരും വശീകരിക്കപ്പെടുന്നവരും അത്തരം വേർതിരിയലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഇത്തരം വിസ്മയ ചക്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ മനസ്സ് ശൂന്യമാക്കി മാറ്റുക, പിന്നീട് തനിക്ക് ആവശ്യമുള്ളതെന്തും അതിലേക്ക് തന്ത്രപൂർവം നിറയ്ക്കുക, വ്യക്തിത്വത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് സ്വിച്ചിട്ടാൽ ചലിക്കുന്ന ഒരു യന്ത്രപാവകണക്കെ വലിയ വലിയ ആശയക്കുഴപ്പത്തിലേക്ക്, വെറും സങ്കല്പങ്ങൾ നിറഞ്ഞ മനോലോകത്തിലേക്ക് നയിക്കുവാൻ വശീകരണം ചെയ്യുന്നയാൾക്ക് നിഷ്പ്രയാസം സാധിക്കുന്നു. പിന്നെയെല്ലാം വളരെ എളുപ്പമായി. അങ്ങനെ സങ്കല്പലോകത്തിലേക്കുള്ള ജാലകവാതിലുകൾ തുറന്ന് ആ സങ്കല്പലോകത്തിന്റെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയി മാറുന്നു. വശീകരണത്തിന്റെ മായാശക്തികളാണിതൊക്കെ. വശീകരിക്കപ്പെടുന്നവർ എല്ലാം മറന്ന് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ സഞ്ചരിക്കുകയാണ്. പിന്നെ അവരെ നിയന്ത്രിക്കുന്ന വശീകരണത്തിന്റെ വിജയങ്ങൾ അവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയാം. നാടകീയതയുടെയും ഭ്രമത്തിന്റെയും ഒക്കെ ഒരു അന്തരീക്ഷം ഇരയറിയാതെ സൃഷ്ടിച്ച് വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നതോടെ ലക്ഷ്യം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കുവാൻ മനുഷ്യൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. വെറും സങ്കല്പങ്ങളിൽ സ്വയം കുരുങ്ങിപ്പോകുന്ന മനസ്സിന് പലപ്പോഴും അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുന്നു. വശീകരണ കലകളുടെ പ്രവാഹം അവിടെ ആരംഭിക്കുകയായി. മനസ്സ് ശൂന്യമാക്കി മാറ്റി തനിക്ക് ആവശ്യമുള്ളതെല്ലാം അതിലേക്ക് നിറച്ചു കഴിഞ്ഞാൽ വ്യക്തിത്വത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് വലിയ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ വശീകരണം ചെയ്യുന്നയാൾ വിജയിക്കുന്നു. പിന്നീട് കാര്യങ്ങൾ വളരെ എളുപ്പമായി സങ്കല്പലോകത്തിലേക്ക് കൊണ്ടെത്തിച്ച് ആ ഭാവനകളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നാടകീയതയുടെയും ഭ്രമത്തിന്റെയും ഒക്കെ ഒരു അന്തരീക്ഷം ഇരയറിയാതെ സൃഷ്ടിച്ച് വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലേക്ക് ചെന്നെത്തിക്കുവാൻ കഴിയുമ്പോൾ ലക്ഷ്യം ഏറെക്കുറെ പൂർത്തിയായി എന്ന് പറയാം. മിഥ്യാധാരണകളിൽ കുടുങ്ങിപ്പോകുന്ന മനസ്സിന് പലപ്പോഴും സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ വശീകരണത്തിന്റെ 1000 കൈകൾ അവരെ വരിഞ്ഞു മുറുക്കുകയായി. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അതുവരെ നിറഞ്ഞിരിക്കുന്ന മനസ്സുകളിൽ വശീകരണത്തിന്റെ കിരണങ്ങൾ പതിക്കുന്നതോടുകൂടി യാഥാർത്ഥ്യങ്ങളെ മെല്ലെ മെല്ലെ നീക്കിക്കളയുന്നു. അതെ, എങ്കിൽ മാത്രമേ വശീകരണത്തിന്റെ അനുഭൂതികൾ ഒരു വ്യക്തിക്ക് ലഭിക്കുകയുള്ളൂ. വശീകരണം യാഥാർത്ഥ്യമായി ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല. വശീകരണം എന്ന കലയുടെ വിജയവും അതുതന്നെയാണ്. യാഥാർത്ഥ്യ ലോകത്ത് ജീവിക്കുക എന്നത് ഏറെ വിരസമായ ഒന്നാണ്. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതെ സഞ്ചരിക്കുവാനാണ് മനുഷ്യ മനസ്സ് എപ്പോഴും ശ്രമിക്കുന്നത് തന്നെ. വശീകരിക്കുന്നയാൾ ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. സ്വന്തം പരിമിതികൾ അല്ലെങ്കിൽ സ്വന്തം സവിശേഷതകൾ എന്തൊക്കെയെന്ന് മിക്കവരും തിരിച്ചറിയുന്നില്ല. ഒരാൾക്ക് മറ്റൊരാൾ എപ്പോഴും ആവശ്യമാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആശ്രിതത്വം കൊതിക്കുന്നതാണ് മനുഷ്യ മനസ്സ്. മനസ്സിന് നിറയെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസ്ഥ. ആ ജീവിതാവസ്ഥയിൽ വശീകരണത്തിൽ കൂടി അകപ്പെട്ടു പോയാലുള്ള കഥ പിന്നെ പറയുവാനുണ്ടോ? ഒന്നും ബോധപൂർവമല്ല, പെട്ടുപോവുകയാണ്. മനുഷ്യ മനസ്സ് അത്രയും വിഭിന്നമായ സംഭവങ്ങളുടെ കലവറയാണ്. ഇവിടെ സ്ത്രീ പുരുഷ വശീകരണം എന്നതു മാത്രമല്ല അർത്ഥമാക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യ മനസ്സിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നതെന്തും വശീകരണ കലയുടെ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നു.